ഇതാണ് ബർഫി ആപ്പ്. നമ്മൾ ഫോട്ടോസിലൊക്കെ പേര് ആഡാക്കാൻ ഉപയോഗിക്കുന്ന ആപ്പാണിത്. അപ്പോൾ ഇത് ആഡാക്കാൻ വേണ്ടി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം ക്രിയേറ്റ് കൊടുക്കുക. എന്നിട്ട് ഇതിൽ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ സൈസ് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ സൈസിലുള്ളതാണ് ആഡാക്കുന്നത്. ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇടാൻ വേണ്ടിയാണ്. ഒന്ന് സൈഡിലോട്ട് സ്ക്രോൾ ചെയ്ത ടെക്സ്റ്റിൻ്റെ ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്തതിൽ ലാംഗ്വേജസ് ഉണ്ട്. ഇംഗ്ലീഷ് ഉണ്ട്, മലയാളം ഉണ്ട്, ഹിന്ദി ഉണ്ട്, തമിഴുണ്ട്, കന്നഡ ഉണ്ട്. നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ മലയാളമാണ് കാണിച്ചു തരുന്നത്. മലയാളത്തിൽ ആദ്യം കിടക്കുന്നൊക്കെ സബ്സ്ക്രിപ്ഷനാണ്. കുറച്ച് താഴേക്ക് നീക്കി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടുള്ളത് കിട്ടും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ട് സെലക്ട് ചെയ്യാം. ഞാനിതിൽ നിന്നൊരു ഫോണ്ട് സെലക്ട് ചെയ്തിരുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ഇതിൽ എന്താ ടൈപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ടൈപ്പ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ടൈപ്പ് ചെയ്തെടുക്കുന്നത് മലയാളം എന്നാണ്. അതിനുശേഷം താഴെ കാണുന്ന ഡോട്ടുകളുണ്ട്, കളർ ഡോട്ട്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. ഇഷ്ടമുള്ള കളർ കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. എനിക്ക് ഈ ഫോണ്ട് ഇഷ്ടമായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഫോണ്ട് മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് ഇഷ്ടമായ ഫോണ്ട് ഏതോ അതനുസരിച്ച് ഫോണ്ട് ഇട്ടിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ ഫോണ്ടാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ആവശ്യമുള്ളടത്ത് എവിടെ വേണ്ടത് അനുസരിച്ച് വെച്ചിട്ട് അതിൻ്റെ സൈസൊക്കെ അഡ്ജസ്റ്റ് ആക്കി കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ കളർ മാറ്റാം. ഫോണ്ടിൻ്റെ ആയാലും ബാക്ക്ഗ്രൗണ്ടിൻ്റെ ആയാലും കളർ മാറ്റാം. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കുക. ബാക്ക്ഗ്രൗണ്ട് ഞാനിപ്പോൾ കറുപ്പാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് കളറാണോ ഇഷ്ടം ആ കളർ കൊടുക്കുക കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് ആയാലും ഫോണ്ടായാലും എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നേരെ എന്ത് ചെയ്യുക, സേവ് ചെയ്യാൻ നോക്കുക. സേവ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, PNG ഉണ്ട്, JPG ഉണ്ട്, PDF ഉണ്ട്. നമ്മളൊന്ന് സേവ് ചെയ്യുമ്പോൾ PNG ആയിട്ടാണ് സേവ് ചെയ്യുന്നത് വെച്ചാൽ PNG സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, PNG ആക്കിയാൽ മാത്രമേ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് ഞെക്കിയിട്ട് ഡൗൺലോഡ് കൊടുക്കാം. അപ്പോൾ ഇത്രയുള്ള പരിപാടി. എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് പ്രോസസ്സ് ആവാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഫോണ് ലോക്ക് ചെയ്യാനൊന്നും പാടില്ല. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ ഒരുവിധം ആയിട്ടുണ്ട്. അപ്പോൾ ഇമേജ് അങ്ങോട്ട് ഗാലറിയിൽ സേവ് ആയിട്ടുണ്ട്. അതുപോലെ ഇതുപോലെയുള്ള വീഡിയോസ് ആണെങ്കിൽ പേജ് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും വയ്ക്കുക.